പിണറായിക്ക് എത്ര കാലം ജനങ്ങളെ പറ്റിക്കാൻ കഴിയും? ഇങ്ങനെ കണ്ണടച്ച ഇരുട്ടാണെന്ന് പറയാൻ എല്ലാവർക്കും കഴിഞ്ഞേക്കാം. പക്ഷേ ജനങ്ങൾ ഒന്ന് കണ്ണു തുറന്നാൽ തീരും. പിണറായി വിജയന്റെയും ഇടതുപക്ഷ സർക്കാരിന്റെയും ഈ ദുർഭരണം എന്ന ഓർമ്മ ഇനി എന്നാണ് ഈ സഖാക്കൾക്ക് ഉണ്ടാവുക? ജനങ്ങളെ വീണ്ടും വീണ്ടും പറ്റിക്കുകയാണോ എന്നാണ് ചോദിക്കാനുള്ളത്. ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്നാൽ, ഇന്നായിരുന്നു നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിൽ അദ്ദേഹം അനവധി പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. എന്നാൽ ആ പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ ചിലത് ചോദിക്കാനുണ്ട്. അത് ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. കയ്യിൽ നയാ പൈസയില്ല, ട്രഷറി പൂട്ടാൻ പോകുന്നു, കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു. ഒരു വശത്ത് ധനമന്ത്രിയുടെ വിലാപമാണ്, എന്നാൽ മറുവശത്തോ 100 കോടി വകയിരുത്തി പുതിയൊരു അതിവേഗ റെയിൽ പദ്ധതി. സഖാക്കളെ, ഇതിനെയാണോ പണമില്ലാത്തവന്റെ പത്രാസ് എന്ന് വിളിക്കുന്നത്? കേരളം നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക വൈരുദ്ധ്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇന്ന് ഈ ബജറ്റ് ക്ഷണിച്ചത്. ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലെ 2 പ്രധാന കാര്യങ്ങൾ ആദ്യം നോക്കാം. ഒന്ന്, സിൽവർ ലൈനിന് പകരമായി RRTS വരുന്നു. അതിനായി 100 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. 2, കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നു, അതായത് കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് ധനമന്ത്രി ആവർത്തിച്ചു പറയുന്നു. എങ്കിൽ പിന്നെ എങ്ങനെ ഈ 2 കാര്യങ്ങളും ഒരേ സമയം ഒത്തുപോകുമെന്നാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും സർക്കാരിന്റെ അവകാശവാദങ്ങൾക്കപ്പുറം ബജറ്റിലെ യാഥാർത്ഥ്യം, ആ വമ്പൻ പ്രഖ്യാപനങ്ങളും അവയുടെ യാഥാർത്ഥ്യവും നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാന സർക്കാർ ഇന്നലെ അനുമതി നൽകിയ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപയാണ് ബജറ്റ് വിഹിതം അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിങ്ങനെ 4 ഘട്ടങ്ങളിലായാണ് അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കുക. ഉയർന്ന തൂണുകളിലൂടെയുള്ള ഈ ഗതാഗത സംവിധാനം നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ സാധിക്കും. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പദ്ധതിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. പദ്ധതി ചെലവിന്റെ 20% സംസ്ഥാന സർക്കാരും 20% കേന്ദ്ര സർക്കാരും ശേഷിക്കുന്ന 60% അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദീർഘകാല വായ്പ എന്ന നിലയിലാണ് ഡൽഹി RRTS നടപ്പിലാക്കുന്നത്. ഇതേ മാതൃകയാണ് കേരളത്തിലും സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. സംഭവമൊക്കെ ശരി തന്നെ. പക്ഷേ ട്രഷറിയിൽ നിന്ന് പണം മാറാൻ കഴിയാത്ത, ശമ്പളവും പെൻഷനും നൽകാൻ തടസ്സങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനം എങ്ങനെയാണ് പുതിയ മെഗാ പ്രൊജക്ടുകൾക്ക് കോടികൾ നീക്കിവെക്കുന്നത്? സിൽവർ ലൈൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതുപോലെ RRTSഉം വെറും വാഗ്ദാനമായി മാറുമോ എന്നാണ് ചോദ്യം. 100 കോടി എന്നത് ഇത്തരം പദ്ധതികളുടെ തുടക്കത്തിന് പോലും തികയില്ലെന്നിരിക്കെ ഇതൊരു PR സ്റ്റണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു എന്നത് ഒരു വസ്തുതയാണെങ്കിൽ പോലും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്ലാനിംഗ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും പിന്നീട് കേന്ദ്രത്തിന്റെ ഉപരോധം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നത് സ്ഥിരം തന്ത്രമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ കഴിയുമോ? വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ക്രിയാത്മകമായ നടപടികൾ ബജറ്റിലില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്കണവാടി ടീച്ചർക്ക് 1000 രൂപ, ആശാവർക്കർമാർക്ക് 1000 രൂപ, പ്രേരക്മാർക്ക് 1000 രൂപ കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും. പക്ഷേ ഈ കൊടുക്കുമെന്ന് പറയുന്ന കാശ് എവിടെ നിന്നാണ്? ട്രഷറിയിൽ പണമില്ലാതെ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങിക്കിടക്കുമ്പോൾ, തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ സർക്കാർ നടത്തുന്ന ഈ വാചക കസർത്തുകൾ ആരെ പറ്റിക്കാനാണ്? തെരുവിൽ സമരം ചെയ്തപ്പോൾ തിരിഞ്ഞു നോക്കാത്ത സർക്കാർ ഇപ്പോൾ 1000 രൂപ കൂട്ടി നൽകുന്നത് വലിയ ഔദാര്യമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് ഭയമാണ് എന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ. സർക്കാരിന്റെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്രയധികം വർധനവുകൾ പ്രഖ്യാപിക്കുന്നത് അണികളെയും വോട്ടർമാരെയും കബളിപ്പിക്കാനാണ്. കഴിഞ്ഞ 10 വർഷം തിരിഞ്ഞു നോക്കാത്ത വിഭാഗങ്ങളെ ഇപ്പോൾ പെട്ടെന്ന് സ്നേഹിക്കുന്നത് എന്തിനാണെന്ന് ജനത്തിനറിയാം. കേന്ദ്രത്തെ പഴിചാരി കഴിഞ്ഞ കൊല്ലങ്ങളെല്ലാം തള്ളി നീക്കിയ പിണറായി സർക്കാർ തങ്ങളുടെ വീഴ്ചകൾ മറയ്ക്കാൻ അവസാന ബജറ്റിൽ വാഗ്ദാനങ്ങളുടെ മെഴുകു പുരട്ടുകയാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ സർക്കാർ ഖജനാവ് ഉപയോഗിച്ച് നടത്തുന്ന ഈ കസർത്തുകൾക്ക് ജനങ്ങൾ മറുപടി നൽകും. വ്യവസായ വളർച്ചയുണ്ടെന്ന് മന്ത്രിസഭയിൽ പ്രസംഗിക്കുമ്പോൾ തൊഴിലില്ലാതെ നമ്മുടെ യുവാക്കൾ അന്യനാടുകളിലേക്ക് പലായനം ചെയ്തു. കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം എന്നത്
വെറും പരസ്യങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. കാർഷിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറയുന്നു. പക്ഷേ പാവപ്പെട്ട കർഷകർ മാത്രം ഇത് അറിയുന്നില്ല. നെല്ല് സംഭരണത്തിലെ അഴിമതിയും കുടിശ്ശികയും മറച്ചു വെച്ചുകൊണ്ട് ഏത് ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ കർഷകനെ വീണ്ടും പറ്റിക്കുന്നത്? തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ ജീവനക്കാരെയും ആശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങളുമുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി പുതിയ കമ്മീഷനെ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. എന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് ഉറപ്പു നൽകി അധികാരത്തിൽ വന്നവർ ഇപ്പോൾ 5 വർഷം തികയുമ്പോൾ അഷ്വേർഡ് പെൻഷൻ എന്ന പുതിയ പേരുമായി വരുന്നത് ആരെ പറ്റിക്കാനാണ്? പെൻഷൻ ഫണ്ട് എവിടെ നിന്നുണ്ടാക്കും എന്നോ ഇത് നടപ്പിലാക്കാൻ എന്ത് നിയമസാധ്യതയുണ്ടെന്നോ പറയാതെ സർക്കാർ നടത്തുന്ന ഈ നീക്കം വെറുമൊരു തിരഞ്ഞെടുപ്പ് ഗിമ്മിക് മാത്രമാണ്. സർക്കാരിന്റെയും ജീവനക്കാരുടെയും വിഹിതം വെവ്വേറെ ഫണ്ടായി കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴും നിലവിൽ കേന്ദ്രത്തിന്റെ കൈവശമുള്ള 10,000-കണക്കിന് കോടി രൂപ എങ്ങനെ തിരിച്ചു വാങ്ങും എന്ന മന്ത്രി മൗനം പാലിക്കുന്നു. വർഷങ്ങളായി ജീവനക്കാരുടെ DA കുടിശ്ശിക പിടിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഫെബ്രുവരിയിൽ ഒരു ഗഡു നൽകുമെന്ന് പറയുന്നത് വോട്ട് ലക്ഷ്യമിട്ടാണ്. മാർച്ച് മാസത്തോടെ കുടിശ്ശിക തീർക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ട്രഷറിയിൽ പണമില്ലാതെ ബില്ലുകൾ മാറാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ പ്രഖ്യാപനം വെറും വാചക കസരത്തായി മാറും. ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം, വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 1000 കോടി, MC റോഡിന് 5000 കോടി, വയോജന ക്ഷേമത്തിന് എൽഡർലി ബജറ്റ്. കേൾക്കുമ്പോൾ കേരളം ഒരു സ്വർഗമായി തോന്നും. പക്ഷേ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കടമെടുക്കുന്ന ഒരു സർക്കാർ ഈ കോടികൾ എവിടെ നിന്ന് കൊണ്ടുവരും? കഴിഞ്ഞ 5 മാസമായി തുടർച്ചയായി 10 ലക്ഷം രൂപ മാറാൻ കഴിയാത്ത ഒരു ഖജനാവ് വെച്ചുകൊണ്ടാണോ ധനമന്ത്രിയുടെ ഈ ഗീർവാർണ പ്രസംഗം? ഇത് വികസനമല്ല, ആണോ സുഹൃത്തുക്കളെ? കേരളം ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുന്നു, ധനനിലയിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നു എന്നാണല്ലോ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ വാക്കുകൾ. പക്ഷേ മന്ത്രി, നിങ്ങളുടെ ഈ ന്യൂ നോർമൽ സാധാരണക്കാരന് ന്യൂ നൈറ്റ്മെയർ ആണ്, അതായത് ഒരു പേടി സ്വപ്നമാണ്. 2500 രൂപ പെൻഷൻ നൽകുമെന്ന് പറഞ്ഞു, നൽകിയത് 1600. സിൽവർ ലൈൻ ഓടിക്കുമെന്ന് പറഞ്ഞു, ഇപ്പോൾ അത് എവിടെയുമില്ല. K-ഫോൺ എല്ലാ വീടുകളിലും എത്തിക്കുമെന്ന് പറഞ്ഞു, അതും പാതി വഴി. എന്തായാലും തോമസ് ഐസക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം കേരള നിയമസഭയിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റാണ് കെ.എൻ. ബാലഗോപാലൻ അവതരിപ്പിച്ചത്. 2 മണിക്കൂറും 53 മിനിറ്റുമായിരുന്നു അവതരണം. അത് കഴിഞ്ഞപ്പോ ഒന്നേ തോന്നിയുള്ളൂ, ഇത് വികസനമല്ല, LDF സർക്കാരിന്റെ അവസാന നിമിഷത്തെ വെപ്രാളമാണ്.